അടുത്ത് പഠിക്കേണ്ട റിസൾട്ട് എന്ന് പറയുന്നത് ഇഫ് എ സബ്സെറ്റ് ഓഫ് ബി ആൻഡ് ബി ഈസ് കൗണ്ടബിൾ ദെൻ എ ഈസ് എയ്തർ കൗണ്ടബിൾ ഓർ ഫൈനൈറ്റ്. ബി എന്ന് പറയുന്നത് ഒരു കൗണ്ടബിൾ സെറ്റാണ്. എ ബിയുടെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ ഒന്നുകിൽ എ കൗണ്ടബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കും. ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസേ ഉള്ളൂ എന്നുള്ളത് കാണിക്കാൻ എ എന്ന കൺസെപ്റ്റിനകത്ത് ഇപ്പോൾ 2-3 എലമെൻറ്റ്സ് അങ്ങനെയൊക്കെ പറയാം. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ബിയുടെ സബ്സെറ്റായ എ എന്ന് പറയുന്നതും കൗണ്ടബിൾ ആയിരിക്കും. അപ്പോൾ ബി കൗണ്ടബിൾ ആണെങ്കിൽ എയും കൗണ്ടബിൾ ആയിരിക്കും എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിന് അസ്യൂം ചെയ്യാം ബി എന്ന് പറയുന്നത് കൗണ്ടബിളാണ്. ബി കൗണ്ടബിൾ സെറ്റാണെന്ന് അസ്യൂം ചെയ്യാം. കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കൗണ്ടബിൾ ഒരു സെറ്റിനെ കൗണ്ടബിൾ സെറ്റ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നാച്ചുറൽ നമ്പറിൻ്റെ സെറ്റിൽ നിന്ന് ഈ സെറ്റിലേക്ക് ഒരു 1 1 ആൻഡ് ഓൺ 2 ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ ഉണ്ടാവണം. അപ്പോൾ ബി കൗണ്ടബിൾ ആണ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്നത് കൊണ്ട് ദർ എക്സിസ്റ്റ് എ ഫംഗ്ഷൻ എഫ് ഫ്രം എൻ ടു ബി വിച്ച് ഈസ് ബോത്ത് 1 1 ആൻഡ് ഓൺ 2. അപ്പോൾ ബി കൗണ്ടബിൾ ആയതുകൊണ്ട് 1 1ഉം ഓൺ 2 ആയിട്ടൊരു ഫംഗ്ഷൻ ഉണ്ടാവും എന്നിൽ നിന്ന് ബിയിലേക്ക്. ഇനി നമുക്ക് പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യാൻ പോവുകയാണ് എ സബ്സെറ്റ് ഓഫ് ബി. ഫൈനൈറ്റ് ആണെങ്കിൽ റിസൾട്ട് എളുപ്പത്തിൽ കിട്ടും. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സബ്സെറ്റ് ആണെന്ന് നമ്മൾ എടുക്കാൻ പോവുകയാണ്. എ സബ്സെറ്റ് ഓഫ് ബി ഈസ് ആൻ ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഓഫ് ബി. അപ്പോൾ എ സബ്സെറ്റ് ഓഫ് ബി എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റായ എ ഒരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ആണെന്ന് പറഞ്ഞ് നമ്മൾ അസ്യൂം ചെയ്തു. അങ്ങനെയാണെങ്കിൽ നമുക്ക് പ്രൂവ് ചെയ്യണം എ എന്നുള്ളത് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സബ്സെറ്റ് ആണെങ്കിൽ കൗണ്ടബിൾ ആണെന്നും അല്ലെങ്കിൽ ഫൈനൈറ്റ് ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻഫൈനൈറ്റ് സബ്സെറ്റ് എന്ന് പറഞ്ഞ് എടുത്തു. ഇനി എ കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ n1 എന്നൊരു സെറ്റ് എടുക്കുന്നു. n1 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് മിനിമം ദ സെറ്റ് ഓഫ് ഓൾ n element of capital N such that f of n belongs to A. Minimum the set of all n element of capital N with f of n belongs to A. ഇനി ബി എന്ന് പറഞ്ഞ സെറ്റ് ഇപ്പോൾ നോക്കുക. ഇതിപ്പോൾ ഒരു ബി എന്ന സെറ്റാണ്. ഇതിനകത്ത് എവിടെയെങ്കിലും ഒരു സബ്സെറ്റാണ് എ എന്നും പറയുന്നത്. ബി എന്ന സെറ്റ്, അതിനകത്ത് എ എന്നൊരു സബ്സെറ്റും ഉണ്ട്. അപ്പോൾ ഈ ബിക്കകത്ത് കുറേ എലമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അത് കുറേ എലമെൻറ്റ്സ് എക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യും, കുറച്ച് എലമെൻറ്റ്സ് എയുടെ പുറത്തുമായിരിക്കും. അപ്പോൾ എഫ് എന്ന ഫംഗ്ഷൻ എന്നിൽ നിന്ന് ബിയിലേക്കുള്ള ഒരു ഫംഗ്ഷനാണ്. എഫ് എന്ന ഫംഗ്ഷൻ എന്നിൽ നിന്ന് ബിയിലേക്കുള്ള ഫംഗ്ഷനാണ്. അപ്പോൾ എഫ് ഓഫ് എൻ എന്ന് പറയുന്നതൊക്കെ ബിലോങ്സ് ടു ബിയിലെ എലമെൻറ്റ്സ് ആയിരിക്കും. അപ്പോൾ ബിയിലെ എലമെൻറ്റുകളെ 1 1 ആൻഡ് ഓൺ 2 ഫംഗ്ഷൻ ആയതുകൊണ്ട് ബിയിലെ എല്ലാ പോയിൻറ്റുകളും എന്നിൽ ഏതെങ്കിലും ഒരു പോയിൻറ്റിൻ്റെ ഇമേജ് ആയിട്ടായിരിക്കും കിട്ടുക. അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ പറ്റും എഫ് ഓഫ് എൻ എന്നുള്ള രീതിയിൽ ഫോർ സം എന്നിന് എഫ് ഓഫ് എൻ എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ ബിയിലെ എല്ലാ എലമെൻസിനെയും എഴുതാനും പറ്റും. അപ്പോൾ ഇനി ഈ എഫ് ഓഫ് എൻ വരുന്നതിൽ ബിക്കകത്താണ് എഫ് ഓഫ് എൻ വരുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് ബിയുടെ സബ്സെറ്റ് ബിക്കകത്തിരിക്കുന്നത് കൊണ്ട് ഈ കുറേ എഫ് ഓഫ് എൻ ഒക്കെ എക്കകത്തും വരാം. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന n1 എന്ന് പറയുന്ന സെറ്റ് എന്ന് പറയുന്നത് ഇങ്ങനെ എഫ് ഓഫ് എൻ എക്കകത്ത് വന്നിട്ടുള്ള എഫ് ഓഫ് എന്നുകളിൽ ഏറ്റവും ചെറുതിനെ എഫ് ഓഫ് എൻ, ഇപ്പോൾ എഫ് ഓഫ് 2 എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ ആണ്, എഫ് ഓഫ് 5 എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ ആണ്, ഒരു എഫ് ഓഫ് 10 എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ ആണെന്നൊക്കെ വിചാരിക്കാം. എക്കകത്ത് ഫംഗ്ഷൻ വാല്യൂസ് വീണിട്ടുള്ളത് എന്നിന് 2 എന്നും 5 എന്നും 10 എന്നും ഒക്കെ വാല്യൂ കൊടുക്കുമ്പോഴാണ്. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിനകത്ത് വരുന്ന എലമെൻറ്റ്സ് 2 5 10 ആണ്. അതിൻ്റെ മിനിമത്തിന് ഞാൻ n1 എന്നെടുക്കുന്നു. അപ്പോൾ ഫംഗ്ഷൻ വാല്യൂ ആയിട്ട് എഫ് ഓഫ് എൻ എല്ലാം ബിക്കകത്താണ് വരുന്നത്. ഈ ബിയുടെ സബ്സെറ്റ് ആയിട്ടാണ് എ ഉള്ളത്. അപ്പോൾ ഏതെങ്കിലുമൊക്കെ കുറേ എഫ് ഓഫ് എൻ എക്കകത്തും ഉണ്ടാവും. അപ്പോൾ അത് ഏത് എന്നിന് കറസ്പോണ്ടിങ് ആണെന്ന് നോക്കുക. ഈ എഫ് ഓഫ് എൻ ഇപ്പോൾ 1 2ന് 5ന് 10നൊക്കെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എഫ് ഓഫ് എൻ ആണ് എക്കകത്തുള്ളത്. എങ്കിൽ അവിടുത്തെ സെറ്റ് ഓഫ് ഓൾ എൻ എന്ന് പറയുന്നത് 2 5 10 ഒക്കെയാണ്. അതിലെ മിനിമം വാല്യൂ എത്രയാണോ അതിനെ ഞാൻ n1 എന്ന് കൊടുക്കുന്നു. മിനിമം വാല്യൂവിനെ n1 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അതേ രീതിയിൽ n2 എന്ന് ഇപ്പോൾ ഡിഫൈൻ ചെയ്യുന്നത് മിനിമം ദ സെറ്റ് ഓഫ് ഓൾ n element of capital N not including n1 such that f of n belongs to A. അപ്പോൾ ഇങ്ങനെ കുറേ എഫ് ഓഫ് എൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ സെറ്റുകളിൽ എന്നിൻ്റെ എലമെൻറ്റ്സ് വരുന്നത് 2 5 10 ഒക്കെയാണ്. ആ 2 5 10ലെ മിനിമം 2 ആണ്.
അപ്പോൾ n1 എന്ന് പറഞ്ഞാൽ ഞാൻ 2 ആണ് കൊടുത്തത്. ഇനി എനിക്ക് അടുത്ത n2 കണ്ടുപിടിക്കണം. n2 എന്ന് പറയുന്നത് ഇതുപോലെ തന്നെയാണ്. എക്കകത്ത് വരുന്ന എഫ് ഓഫ് എന്നുകളുടെ സെറ്റിനെ എഴുതുക. അതിനകത്ത് n1നെ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കേണ്ട കാര്യമില്ല. കാരണം n1 നമ്മളിവിടെ എടുത്തു കഴിഞ്ഞു. ഇതിലെ ഏറ്റവും മിനിമം, അതായത് ഈ 2നെ ഞാനിവിടെ എടുത്തു കഴിഞ്ഞു. അപ്പോൾ ഇനി ബാക്കിയുള്ള സെറ്റ് ഓഫ് ഓൾ n-നെ മാത്രം n2 എന്നിലേക്ക് എടുത്താൽ മതി. അപ്പോൾ ഈ സെറ്റിനകത്ത് 5ഉം 10ഉം ഒക്കെ ഉണ്ടാവും. അതിലെ മിനിമം വാല്യൂ എത്രയാണോ അതിനെ n2 എന്ന് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഒരു മിനിമം വാല്യൂ കിട്ടി. ഇപ്പോൾ എഫ് ഓഫ് എൻ ബിലോങ്സ് ടു എ തന്നെയാണ് എല്ലായിടത്തും എഴുതുന്നത്. അപ്പോൾ ഫസ്റ്റിൽ ഒരു n1 കിട്ടി. ഇനി ആ n1ൻ്റെ കാര്യം ഇവിടെ എഴുതണ്ട. ആ n1നെ മാറ്റി നിർത്തിയിട്ട് ബാക്കിയുള്ള എഫ് ഓഫ് എൻ ബിലോങ്സ് ടു എ വരുന്ന n ഇവിടെ എഴുതുക. അതിൻ്റെ മിനിമത്തിന് n2. അങ്ങനെ ജനറലി പറഞ്ഞാൽ nk എന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ മിനിമം ദ സെറ്റ് ഓഫ് ഓൾ n എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ N നോട്ട് ഇൻക്ലൂഡിങ് n1 n2 എക്സെട്ര nk-1. ഇവിടെ nk-1 വരെയുള്ള കാര്യങ്ങൾ നേരത്തെ നമ്പറുകൾ കണ്ടുപിടിച്ചു. അപ്പോൾ അത്രയും നമ്പറുകൾ മിനിമം ആയിട്ടുള്ള k-1 നമ്പേഴ്സിനെ മാറ്റി നിർത്തിയിട്ട് അടുത്ത ചെറുത് ഏതാണ്, അതിന് തൊട്ടടുത്തത് ഏതാണോ എന്ന് കണ്ടുപിടിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ 2, 5, 10, ഞാനിപ്പോൾ ഒരു 12 എഴുതുകയാണ്. അപ്പോൾ ആദ്യ സെറ്റിനകത്ത് ഇപ്പം സെറ്റ് ഓഫ് ഓൾ n ബിലോങ്സ് ടു n വിത്ത് എഫ് ഓഫ് എൻ ബിലോങ്സ് ടു എ എന്ന് പറയുമ്പം സെറ്റിനകത്ത് 2, 5, 10, 12 ഒക്കെ ഉണ്ട്. അപ്പോൾ ആദ്യം ഇതിലെ മിനിമം കണ്ടുപിടിച്ചു. അപ്പോൾ എനിക്ക് 2 എന്ന് കിട്ടി. ഇനി അടുത്ത സെറ്റ് എടുക്കുമ്പോൾ വീണ്ടും ഇതേ സെറ്റിനെ എഴുതി വെച്ചാൽ അവിടെയും മിനിമം 2 എന്നേ കിട്ടും. അതുകൊണ്ട് ഒരിക്കൽ ആൻസർ കിട്ടിയ 2നെ കളഞ്ഞിട്ട് ബാക്കി എഴുതും. 5, 10, 12 ഇറ്റ് ഈസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. അടുത്ത് ഈ 5നെ കളഞ്ഞിട്ട് എഴുതും. ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ n1 n2 n3 എക്സെട്ര എന്ന് പറയുന്ന ഒരു ഇൻക്രീസിങ് ഓർഡറിൽ വരാൻ വേണ്ടിയിട്ടാണ്. ഏറ്റവും ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ എഴുതുന്നത്. അപ്പോൾ nk എന്ന് പറയുന്നത് മിനിമം ദ സെറ്റ് ഓഫ് ഓൾ n ബിലോങ്സ് ടു ക്യാപിറ്റൽ N വിത്ത് n1 n2 n3 എക്സെട്ര nk-1 സച്ച് ദാറ്റ് എഫ് ഓഫ് n ബിലോങ്സ് ടു എ. എക്കകത്ത് വരുന്ന ഫംഗ്ഷൻ വാല്യൂസ് ഏത് n-ന് കറസ്പോണ്ടിങ് ആണോ അതിൽ നേരത്തെ കണ്ടുപിടിച്ച k-1 n മിനിമം വാല്യൂസ് മാറ്റിക്കഴിഞ്ഞാൽ അടുത്ത വാല്യൂ ഏത്. ഇനി എഫ് എന്ന ഫംഗ്ഷൻ ഓൺ ടു ആണ്. എഫ് എന്ന ഫംഗ്ഷൻ ഓൺ ടു ആണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ക്യാപിറ്റൽ ബിയിലുള്ള ഏത് എലമെൻ്റ് എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയി ഒരു n ക്യാപിറ്റൽ എന്നിലുണ്ടാവും. എഫ് ഓഫ് n ഇസ് ഈക്വൽ ടു ദാറ്റ് വാല്യൂ എന്ന് എഴുതാൻ പറ്റുന്നത്. അപ്പോൾ എ എന്ന് പറയുന്നത് സബ്സെറ്റ് ഓഫ് ബി ആണ്. എ സബ്സെറ്റ് ഓഫ് ബി. അതുകൊണ്ട് നമ്മൾ ഏത് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എടുത്താലും ആ എ എന്ന് പറയുന്നത് ബിയിലെയും എലമെൻ്റ് ആയിരിക്കും. ക്യാപിറ്റൽ എ ബിയുടെ സബ്സെറ്റ് ആയതുകൊണ്ട് ക്യാപിറ്റൽ എയിലെ ഏത് എലമെൻറ്റും ക്യാപിറ്റൽ ബിയിലെയും കൂടി എലമെൻ്റ് ആണ്. അപ്പോൾ ഞാൻ ഏത് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ എടുത്താലും അത് എ ബിലോങ്സ് ടു ക്യാപിറ്റൽ ബി ആണ്. എഫ് എന്ന ഫംഗ്ഷൻ ഓൺ ടു ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് ആൻ n സച്ച് ദാറ്റ് എഫ് ഓഫ് n ഇസ് ഈക്വൽ ടു എ. അപ്പോൾ എനിക്കിവിടെ കിട്ടിയ റിസൾട്ട് എഫ് ഓഫ് n ഇസ് ഈക്വൽ ടു എ ഫോർ എനി എ ബിലോങ്സ് ടു ക്യാപിറ്റൽ എ. അപ്പോൾ ഏത് എ എടുത്താലും ക്യാപിറ്റൽ എയിലുള്ള ഏത് എ എടുത്താലും ദർ എക്സിസ്റ്റ് സം n ബിലോങ്സ് ടു ക്യാപിറ്റൽ N. ഓരോ എക്കും കറസ്പോണ്ടിങ് ആയി ഓരോ n കണ്ടുപിടിക്കാൻ പറ്റും. എഫ് ഓഫ് n ഈക്വൽ ടു എ എന്ന് കിട്ടുന്നത്. അപ്പോൾ ക്യാപിറ്റൽ എയിൽ ഏത് എലമെൻ്റ് എടുക്കുമ്പോഴും ആ എഫ് ഓഫ് n എന്ന് പറയുന്നത് ബിലോങ്സ് ടു എ എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ ഈ nk എന്ന് പറയുന്ന സെറ്റ് nk എന്ന് പറയുന്നത് എടുക്കുന്നതൊക്കെ വാല്യൂസ് ഉണ്ടാവും. കാരണം ഇങ്ങനൊരു സെറ്റ് ഉണ്ട്. സെറ്റ് n എലമെൻറ്റ് ഓഫ് ക്യാപിറ്റൽ N വിത്ത് n1 n2 നോട്ട് ഇൻക്ലൂഡിങ് n1 n2 എക്സെട്ര nk-1 സച്ച് ദാറ്റ് എഫ് ഓഫ് n ബിലോങ്സ് ടു എ. എക്കകത്ത് എലമെൻറ്റുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ എഫ് ഓഫ് n എന്ന് പറയുന്നതായിട്ട് എഴുതാൻ നമുക്ക് പറ്റും. എയിലെ എല്ലാ എലമെൻറ്റുകളെയും സം എഫ് ഓഫ് n എന്ന് എഴുതാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ ഈ സെറ്റിനകത്തൊക്കെ എലമെൻറ്റ്സ് ഉണ്ടാവും. അതുകൊണ്ട് ആ മിനിമം വാല്യൂ കണ്ടുപിടിക്കാനും പറ്റും. അപ്പോൾ എല്ലാ nk-യും എക്സിസ്റ്റ് ചെയ്യും. ഏത് k എടുത്താൽ അപ്പോൾ n1 ഉണ്ടാവും, n2 എക്സിസ്റ്റ് ചെയ്യും, n3 എക്സിസ്റ്റ് ചെയ്യും. അങ്ങനെ nk വരെയുള്ള എല്ലാ നമ്പേഴ്സും എക്സിസ്റ്റ് ചെയ്യുകയും ചെയ്യും ഫംഗ്ഷൻ ഓൺ ടു ആയതുകൊണ്ട്. ഇനി ഈ എഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ 1 ആണ്. 1 ആയതുകൊണ്ട് ഈ n1 n2 n3 n4 അതെല്ലാം ഡിസ്റ്റിങ്ക്റ്റീവ് ആയിരിക്കും. കാരണം നമ്മൾ എഫ് ഓഫ് n ബിലോങ്സ് ടു എ എന്ന് പറയുന്നത് ഒരു എലമെൻറ്റിന് ഇപ്പോൾ ഫംഗ്ഷൻ 1 ആണെന്നുണ്ടെങ്കിൽ വ്യത്യസ്ത എലമെൻറ്റ്സിന് വ്യത്യസ്ത ഇമേജസ് ആയിരിക്കും. ഒരു എലമെൻറ്റിനും 2 പോയിൻറ്റ്സ് ഒരെണ്ണത്തിൻ്റെ തന്നെ. ഇപ്പോൾ ഇങ്ങനെ ഫംഗ്ഷൻ പറയുകയാണെങ്കിൽ ഇത് എ, ഇത് ബി.
ഇവിടുത്തെ രണ്ട് ഡിഫറൻറ്റ് ഇമേജസ് A1 A2 ഉണ്ടെങ്കിൽ f(a1) എന്ന് പറയുന്നതും f(a2) എന്ന് പറയുന്നതും വേറെ വേറെ തന്നെ ആയിരിക്കും. അല്ലാതെ ഈ A2 കൂടെ A1ലേക്ക് മാപ്പ് ചെയ്യത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ കണ്ടുപിടിച്ചിരിക്കുന്ന N1 N2 എക്സെട്ര Nk എന്ന് പറയുന്നത് ഡിസ്റ്റിങ്റ്റ് ആയിരിക്കും. ഇനി അപ്പോൾ ഇത്തരത്തിൽ N1 N2 എക്സെട്ര Nk എന്നുള്ള ഡിസ്റ്റിങ്റ്റ് എലമെൻസുകൾ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്കിവിടെ നിന്ന് കിട്ടി. ഇനി നമുക്ക് ഒരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യണം. G എന്നൊരു ഫംഗ്ഷൻ Nൽ നിന്ന് Aയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. Nൽ നിന്ന് Aയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A കൗണ്ടബിൾ ആണെന്നാണ്. A കൗണ്ടബിൾ എന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നാച്ചുറൽ നമ്പറുമായിട്ട് അതിനൊരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ G എന്നൊരു ഫംഗ്ഷൻ Nൽ നിന്ന് Aയിലേക്ക് ഡിഫൈൻ ചെയ്യുന്നു. അത് ഡിഫൈൻ ചെയ്യുന്നത് G of k is equal to f of nk. G of k is equal to f of nk എന്നാണ് ഡിഫൈൻ ചെയ്യുന്നത്. ഈ f of nk എന്ന് പറയുന്നത് Aയിലെ എലമെൻ്റ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ G of 1 എന്ന് പറയുന്നത് f of n1ൻ്റെ വാല്യൂ, G of 2 എന്ന് പറയുന്നത് f of n2ൻ്റെ വാല്യൂ, അങ്ങനെ കണ്ടുപിടിക്കും. f എന്ന ഫംഗ്ഷൻ 1-1ഉം on2 ഒക്കെയാണ്. അതുകൊണ്ട് നമ്മളിപ്പോൾ ഡിഫൈൻ ചെയ്ത G എന്ന ഫംഗ്ഷനും 1-1ഉം ആയിരിക്കും, on2ഉം ആയിരിക്കും. G എന്ന ഫംഗ്ഷനും 1-1ഉം on2 ആയിരിക്കും. അപ്പോൾ ഈ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഓർത്ത് വയ്ക്കുക. G is a function from n to a defined by G of k is equal to f of nk. ഈ G 1-1ഉം ആയിരിക്കും, on2 ആയിരിക്കും. കാരണം f 1-1ഉം on2 ആയതുകൊണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു 1-1 ആൻഡ് 1-2 ആയിട്ടുള്ളൊരു ഫംഗ്ഷൻ Nൽ നിന്ന് Aയിലേക്ക് എനിക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റിയതുകൊണ്ട് Nൽ നിന്ന് Aയിലേക്ക് ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ട്. ദെർഫോർ A എന്ന് പറയുന്നത് കൗണ്ടബിൾ ആണെന്ന് കിട്ടി. ഇങ്ങനെയാണ് ഒരു സബ്സെറ്റ് B എന്നൊരു കൗണ്ടബിൾ സെറ്റ് ഉണ്ട്. അതിൻ്റെ ഒരു സബ്സെറ്റ് ഉണ്ടെങ്കിൽ ആ സെറ്റ് ഒന്നിൽ കൗണ്ടബിൾ ആയിരിക്കും, അല്ലെങ്കിൽ ഫൈനൈറ്റ് ആയിരിക്കും എന്ന് പ്രൂവ് ചെയ്യാം. ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് സെറ്റ് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഒരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ആണ് തന്നിരിക്കുന്നതെങ്കിൽ അത് കൗണ്ടബിൾ ആണെന്നുള്ള പ്രൂഫാണ് ഈ എഴുതിയത്. ഫൈനൈറ്റിൻ്റെ പ്രൂഫിന് ആവശ്യമില്ല. കാരണം ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് മാത്രമേ ഉള്ളൂ എന്നുള്ളത് ക്ലിയർ ആണ്. ഇൻഫൈനൈറ്റ് ആയിട്ടുള്ള സബ്സെറ്റ് ആണെങ്കിൽ അത് കൗണ്ടബിൾ ആണെന്ന് മാത്രം നമ്മൾ പ്രൂവ് ചെയ്ത് കാണിച്ചാൽ മതി. ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടുള്ള റിസൾട്ടാണ് A1 A2 എക്സെട്ര AM M കൗണ്ടബിൾ സെറ്റ്സ്. M കൗണ്ടബിൾ സെറ്റ്സ് ആണ്. A1 കൗണ്ടബിൾ ആണ്, A2 കൗണ്ടബിൾ ആണ്, എക്സെട്ര AM വരെ കൗണ്ടബിൾ ആയിട്ടുള്ള സെറ്റാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ യൂണിയൻ A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AM എന്ന് പറയുന്നതും കൗണ്ടബിൾ ആണ് എന്നാണ് എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത്. കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ഈസ് കൗണ്ടബിൾ. നിങ്ങൾക്ക് എക്സാമിന് ചിലപ്പോൾ A1 A2 എക്സെട്ര AM എന്നും അങ്ങനെയൊന്നും തരാതെ കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ഈസ് കൗണ്ടബിൾ എന്ന് ചോദിക്കാം. കൗണ്ടബിൾ യൂണിയൻ എന്ന് പറയുമ്പം ഇവിടെ 1 2 3 4 M എണ്ണമുണ്ട്. അതിൻ്റെ യൂണിയൻ കൗണ്ടബിൾ സെറ്റ്സ് A1ഉം A2ഉം എക്സെട്ര AMഉം ഓരോന്നും കൗണ്ടബിൾ ആണ്. കൗണ്ടബിൾ ആയിട്ടുള്ള കുറേ സെറ്റുകളുടെ കൗണ്ടബിൾ യൂണിയൻ. അപ്പോൾ കൗണ്ടബിൾ ആയിട്ടുള്ള 10 സെറ്റുകൾ, 10 സെറ്റ്, 10 നമ്പർ കൗണ്ടബിൾ ആണ്. അപ്പോൾ 10 സെറ്റുകളുടെ യൂണിയൻ, ഈ ഓരോ സെറ്റും കൗണ്ടബിൾ. ദാറ്റ് ഈസ് കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ്സ് ഈസ് കൗണ്ടബിൾ. ഈ യൂണിയൻ കൗണ്ടബിൾ ആണ് എന്നെനിക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഈ M എന്നല്ല നമ്മൾ ആദ്യം എടുക്കാൻ പോകുന്നത്. നമ്മൾ ആദ്യം വെറും 2 എണ്ണം എടുക്കാൻ പോവുകയാണ്, A1 യൂണിയൻ A2. എനിക്ക് ആദ്യം ഇത് കൗണ്ടബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ M എണ്ണം എടുക്കുന്നതിന് മുന്നേ ആദ്യം ഇൻഡക്ഷൻ പോലെയാണ് നമ്മൾ പ്രൂവ് ചെയ്യുക. ആദ്യം A1ഉം A2 എന്നുള്ള 2 സെറ്റുകൾ മാത്രം എടുക്കുക. ആ 2 സെറ്റുകളുടെ യൂണിയൻ കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്താൽ മതി. അപ്പം ഞാൻ പുതിയൊരു സെറ്റ് ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്, B2. A1ൽ കുറേ എലമെൻറ്റ്സ് ഉണ്ട്, A2ലും കുറേ എലമെൻറ്റ്സ് ഉണ്ട്. ഞാൻ B2നെ ഡിഫൈൻ ചെയ്യുന്നത് A2ലുള്ളതും എന്നാൽ A1ൽ ഇല്ലാത്തതുമായിട്ടുള്ള എലമെൻറ്റ്സിനെ എടുക്കും. A2ലുണ്ട് എന്നാൽ A1ൽ ഇല്ലാത്തതായിട്ടുള്ള എലമെൻറ്റ്സിനെ മാത്രമേ ഞാൻ B2നകത്ത് എടുക്കുന്നുള്ളൂ. രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റ്സിനെ എഴുതുന്നില്ല. A1ൽ ഇല്ലാത്ത ഏതൊക്കെ എലമെൻറ്റ് A2നകത്തുണ്ടോ ആ എലമെൻറ്റുകളെ മാത്രം എടുത്ത് ഞാനിവിടെ എഴുതി B2. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ A1 യൂണിയൻ B2 എന്ന് പറയുന്നതും A1 യൂണിയൻ A2 എന്ന് പറയുന്നതും സെയിം ആയിരിക്കും. കാരണം B2നകത്തുള്ളതിൽ അഡീഷണലായിട്ട് A2നകത്തുള്ളതെന്ന് പറയുന്നത് A1ലും ഉള്ള എലമെൻറ്റ്സ് തന്നെയാണ്. അപ്പോൾ B2 എന്ന് പറയുന്നത് A1ലും കോമൺ ആയിട്ടുള്ള എലമെൻറ്റുകളെ മാത്രമേ ഞാൻ മാറ്റിയിട്ടുള്ളൂ. അതുകൊണ്ട് യൂണിയൻ എടുക്കുമ്പോൾ സെയിം ആയിരിക്കും. ഒരു എക്സാമ്പിളിലൂടെ വേണമെങ്കിൽ പറയാം.
2, 4, 5, 6, 7 ഇതാണ് A1 എന്ന് വിചാരിക്കാം. A2 എന്ന് പറയുന്നത് 3, 4, 5, 8, 9. അപ്പോൾ B2 എങ്ങനെയായിരിക്കും? A2യിലുള്ളതും എന്നാൽ A1 ഇല്ലാത്തതുമായിട്ടുള്ളത് വേണം എഴുതാൻ. അതാകുമ്പോൾ 3, 8, 9. ഇനി A1 യൂണിയൻ A2 നോക്കുക. 2, 4, 5, 6, 7, 3, 8, 9. 4, 5 രണ്ട് പ്രാവശ്യം ഒന്നും എഴുതില്ലല്ലോ. 3, 8, 9 എന്ന് കിട്ടും. 2, 4, 5, 6, 7, 3, 8, 9. ഇനി A1 യൂണിയൻ B2 നോക്കിയാലും 2, 4, 5, 6, 7, 3, 8, 9 സെയിം ആൻസർ തന്നെ കിട്ടും. അപ്പോൾ B2 എന്ന് പറയുന്നത് A2യിലുള്ള എല്ലാത്തിനെയും എഴുതി, A1ലും കൂടെ കോമൺ ആയിട്ടുള്ളതിനെ മാത്രം എഴുതിയില്ല. അതുകൊണ്ട് A1 യൂണിയൻ B2 എന്ന് പറയുന്നത് A1 യൂണിയൻ A2ന് ഈക്വൽ ആണ്. അപ്പോൾ എനിക്ക് A1 യൂണിയൻ A2 കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യാൻ A1 യൂണിയൻ B2 കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്താലും മതി. അപ്പോൾ ഇനി ഇവിടെ ഒരു പ്രത്യേകതയുണ്ട്. A1ഉം A2ഉം ചിലപ്പോൾ ഡിസ്ജോയിൻ്റ് ഒന്നും അല്ല, കോമൺ എലമെൻറ്റ്സ് ഉണ്ടാവാം. പക്ഷേ ഈ A1നകത്തും B2നകത്തും കോമൺ ആയിട്ട് ഒരു എലമെൻറ്റ് പോലും ഇല്ല. കാരണം A2നകത്ത് A1ലുള്ള ഏതെങ്കിലും എലമെൻ്റ് ഉണ്ടെങ്കിൽ അതിനെ B2ലേക്ക് എഴുതിയപ്പോൾ നമ്മൾ എഴുതിയിട്ടില്ല. A1ലുള്ള എലമെൻസിനെയൊക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ടാണ് നമ്മൾ B2 എഴുതിയത്. അപ്പോൾ A1ഉം B2ഉം ഡിസ്ജോയിൻ്റ് ആണ്. ഇനി ഈ B2 ഫൈനൈറ്റ് ആവുമ്പോഴും ഇൻഫൈനൈറ്റ് ആവുമ്പോഴും എന്നുള്ള രണ്ട് കേസസ് ആണുള്ളത്. B2 ഫൈനൈറ്റ് ആണെങ്കിൽ എങ്ങനെ വരും എന്ന് നോക്കാം. B2 ഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ B2യിലുള്ള എലമെൻസിനെ B1, B2 എക്സെട്ര Bn എന്നുള്ള ഫൈനൈറ്റ് ആണെങ്കിൽ നമുക്ക് എല്ലാ എലമെൻസിനെയും ഇതുപോലെ എഴുതാൻ പറ്റും. ഇങ്ങനെ എലമെൻസ് ആക്കി എഴുതി വയ്ക്കാൻ പറ്റും. ഇനി A1 കൗണ്ടബിൾ ആണെന്ന് നമുക്കറിയാം. A1 കൗണ്ടബിൾ ആണ്. A1 കൗണ്ടബിൾ ആയതുകൊണ്ട് ദർ ഈസ് ആൻ 1-to-1 ആൻഡ് 1-to ഫംഗ്ഷൻ ഫ്രം N to A1. A1 കൗണ്ടബിൾ ആയതുകൊണ്ട് എന്നിൽ നിന്ന് A1ലേക്ക് ഒരു 1-to-1 കറസ്പോണ്ടൻസ് ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിലൊരു ഫംഗ്ഷൻ അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമ്മളപ്പോൾ A1 യൂണിയൻ B2 കൗണ്ടബിൾ ആണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതിന് ഞാനൊരു ഫംഗ്ഷൻ G ഡിഫൈൻ ചെയ്യാൻ പോവുകയാണ്. എന്നിൽ നിന്ന് A1 യൂണിയൻ B2യിലേക്ക് G എന്നൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു. G ഈസ് എ ഫംഗ്ഷൻ ഫ്രം N to A1 യൂണിയൻ B2. ഞാൻ ഡിഫൈൻ ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കുക. G(1) എന്ന് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റ് എലമെൻറ്റ് B1, G(2) എന്ന് പറയുന്നത് B2 എക്സെട്ര G(n) എന്ന് പറഞ്ഞാൽ Bn. ഇങ്ങനെ അവിടെയുള്ള n എലമെൻസിനെ ആദ്യത്തെ കുറേ നമ്പേഴ്സിൻ്റെ ഇമേജസ് ആയിട്ട് അങ്ങ് എഴുതുക. അത് കഴിഞ്ഞ് n+1 തൊട്ടുള്ള എലമെൻസ് ആണ് ഉള്ളത്. അപ്പോൾ F എന്ന് പറയുന്നത് എന്നിൽ നിന്ന് A1ലേക്കുള്ള ഒരു 1-1 ആൻഡ് 1-to ഫംഗ്ഷൻ ആണെന്ന് അറിയാം. അപ്പം ഞാനിനി G(n+1) ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് F(1) എന്നാണ്. ഇവിടെ എന്നിൽ നിന്ന് A1ലേക്ക് ഒരു 1-1 ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ ഒരു F(1) ഉണ്ടാവും, F(2) ഉണ്ടാവും, എക്സെട്ര എല്ലാ എലമെൻസിനും ഇമേജസ് ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ G(n+1) F(1) എന്ന് കൊടുക്കും, G(n+2) F(2) എന്ന് കൊടുക്കും. ജനറലായിട്ട് പറഞ്ഞാൽ G(n+k) എന്ന് പറയുന്നത് F(k) ആയിട്ട് കൊടുക്കും. അപ്പോൾ ഈ ഫംഗ്ഷൻ കാണുമ്പോൾ നമുക്ക് ഇത്രയും ദൂരവും 1-1 on-2 ആണെന്ന് നമുക്കറിയാം. B1, B2, B3 എക്സെട്ര Bnൽ 1ൻ്റെ ഇമേജ് B1, 2ൻ്റെ ഇമേജ് B2 എക്സെട്ര n-ൻ്റെ ഇമേജ് Bn. അപ്പോൾ 1-1 ആണ്. ഇനി B1നും B2നും എക്സെട്ര Bnനും അത്രയും തിരിച്ച് പ്രീ ഇമേജുകളും ഉണ്ട്. ബാക്കിയുള്ളത് മുഴുവൻ F എന്ന ഫംഗ്ഷൻ്റെ പ്രോപ്പർട്ടി ഹോൾഡ് ചെയ്യും. അതുകൊണ്ട് ബാക്കിയും 1-1 on-2 സാറ്റിസ്ഫൈ ചെയ്യും. അപ്പോൾ G ഈസ് ആൻ 1-1 ആൻഡ് on-2 ഫംഗ്ഷൻ ഫ്രം N to A1 യൂണിയൻ B2. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും എന്നിൽ നിന്ന് A1 യൂണിയൻ B2യിലേക്ക് ഒരു 1-1 ആൻഡ് 1-to ഫംഗ്ഷൻ ഉള്ളതുകൊണ്ട് ഈ A1 യൂണിയൻ B2 ഇസ് കൗണ്ടബിൾ. അപ്പോൾ B2 ഫൈനൈറ്റ് ആണെങ്കിൽ ഈ A1 യൂണിയൻ B2 കൗണ്ടബിൾ ആണെന്ന് കിട്ടും. അതായത് A1 യൂണിയൻ A2 കൗണ്ടബിൾ ആണെന്ന് കിട്ടും. ഈ B2 ഇനി ഇൻഫൈനൈറ്റ് ആണെന്നുണ്ടെങ്കിൽ B2 എന്ന് പറയുന്നത് A2ൻ്റെ ഒരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ആണെന്ന് വിചാരിക്കുക. ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ആണെങ്കിൽ ഇവിടെ A2 കൗണ്ടബിൾ ആണെന്ന് നമുക്കറിയാം. തൊട്ട് മുന്നത്തെ തിയറത്തിൽ നമ്മൾ പഠിച്ചു കൗണ്ടബിൾ ആയിട്ടൊരു സെറ്റിൻ്റെ ഒരു ഇൻഫൈനൈറ്റ് സബ്സെറ്റ് ഉണ്ടെങ്കിൽ അതും കൗണ്ടബിളും ആയിരിക്കും.
ഒരു സബ്സെറ്റ് ഉണ്ടെങ്കിൽ അത് കൗണ്ടബിളോ ഫൈനൈറ്റോ ആയിരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഫൈനൈറ്റ് അല്ല, ഇൻഫൈനൈറ്റ് ആണ്. അതുകൊണ്ട് A2 എന്നുള്ളത് കൗണ്ടബിൾ സെറ്റിൻ്റെ സബ്സെറ്റ് കൗണ്ടബിൾ. അപ്പോൾ B2 കൗണ്ടബിൾ ആണെന്ന് നമുക്ക് ക്ലിയർ ആണ്. B2 കൗണ്ടബിൾ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ A2 കൗണ്ടബിൾ ആയതുകൊണ്ട് ദർ ഇസ് എ ഫംഗ്ഷൻ F ഫ്രം N to A2 എന്തായാലും ഉണ്ടായിരിക്കും. അത് കഴിഞ്ഞ് ഇപ്പോൾ ഇനി B2 കൂടെ കൗണ്ടബിൾ ആയതുകൊണ്ട് നേരത്തെ നമ്മൾ F എന്ന ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്ത് കഴിഞ്ഞു. B2 കൗണ്ടബിൾ ആയതുകൊണ്ട് ദർ എക്സിസ്റ്റ് ആൻഡ് 1 1 ആൻഡ് ഓൺ ടു ഫംഗ്ഷൻ ഫ്രം N to B2. എന്നിൽ നിന്ന് B2യിലേക്ക് 1 to 1 കറസ്പോണ്ടൻസ് ഉണ്ടാവും. ഇനി ഞാനൊരു പുതിയ ഫംഗ്ഷൻ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A1 യൂണിയൻ B2 കൗണ്ടബിൾ ആണെന്നാണ്. അതുകൊണ്ട് ഞാനൊരു പുതിയ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യുന്നു, h of n. ഈ h of n നെ ഡിഫൈൻ ചെയ്യുന്നത് എന്നിൻ്റെ വാല്യൂ ഓഡ് ആവുമ്പോൾ f of n plus 1/2 എന്നും എന്നിൻ്റെ വാല്യൂ ഈവൻ ആവുമ്പോൾ g of n/2 എന്നുമാണ് ഞാൻ ഡിഫൈൻ ചെയ്യുന്നത്. h of n എന്ന ഫംഗ്ഷൻ എന്നിൻ്റെ വാല്യൂ ഓഡ് ആവുമ്പോൾ f of n plus 1/2 എന്നും എന്നിൻ്റെ വാല്യൂ ഈവൻ ആവുമ്പോൾ g of n/2 എന്നും ഡിഫൈൻ ചെയ്യും. എഫും ജിയും 1 1 ആൻഡ് ഓൺ 2 ആയിട്ടുള്ള ഫംഗ്ഷൻസും ആണ്. ഇനി നിങ്ങൾ ഈ സെറ്റിനെ നോക്കുക, n plus 1/2 സെറ്റ് ഓഫ് ഓൾ n plus 1/2 സച്ച് ദാറ്റ് n ഓഡ് ആവണം. ഓഡ് നമ്പറിനെ 2n minus 1 എന്നാണ് ജനറലി റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റുക. അപ്പം ഏത് n എടുത്താലും 2n minus 1 ഈസ് ആൻ ഓഡ് നമ്പർ. ഒരു ഓഡ് നമ്പറാണ്. അതിനെയാണെങ്കിൽ ഓഡ് നമ്പറിൻ്റെ കൂടെ 1 കൂട്ടിയിട്ട് ഡിവൈഡഡ് ബൈ 2 ചെയ്യുമ്പോൾ ഒരു നാച്ചുറൽ നമ്പർ കിട്ടും, അടുത്തടുത്തുള്ള നാച്ചുറൽ നമ്പർ കിട്ടും. ഇപ്പം നിങ്ങളിവിടെ എന്നിന് ഫസ്റ്റ് ഓഡ് നമ്പറായ 1 എന്ന് കൊടുക്കുക. അപ്പോൾ 1 plus 1 ഡിവൈഡഡ് ബൈ 2 ദാറ്റ് ഈസ് 2/2 1 എന്ന് കിട്ടും. ഇനി നിങ്ങൾ എന്നിന് അടുത്ത ഓഡ് നമ്പർ, ഇവിടെ ഓഡ് നമ്പേഴ്സ് മാത്രമേ കൊടുക്കാൻ പറ്റൂ, ഓഡ് നമ്പർ കൊടുക്കുക 3 plus 1/2 4/2 2 എന്ന് കിട്ടും. അടുത്ത ഓഡ് നമ്പർ കൊടുക്കുമ്പോൾ 3 എന്ന് കിട്ടും. അതായത് ഇതെന്ന് പറയുന്നത് സെറ്റ് ഓഫ് ഓൾ നാച്ചുറൽ നമ്പേഴ്സ് തന്നെയാണ്. അടുത്തിനി സെറ്റ് ഓഫ് ഓൾ n/2, രണ്ടാമത് കൊടുത്തിരിക്കുന്ന സെറ്റ് ഓഫ് ഓൾ n/2 സച്ച് ദാറ്റ് n ബിലോങ്സ് ടു 2n. ഈവൻ നമ്പേഴ്സ് മാത്രമേ ഇവിടുത്തെ n ആയിട്ട് വരാൻ പാടുള്ളൂ. എങ്കിൽ n/2 ആദ്യത്തെ ഈവൻ നമ്പറായ 2 കൊടുക്കുമ്പോൾ 2/2 1, അടുത്ത ഈവൻ നമ്പർ കൊടുക്കുമ്പോൾ 4/2 2, അടുത്ത് കൊടുക്കുമ്പോൾ 6/2 3. അതായത് ഈ സെറ്റ് എന്ന് പറയുന്നതും നാച്ചുറൽ നമ്പർ തന്നെയാണ്. ഈ എഫും ജിയും 1 1 ആൻഡ് ഓൺ 2 ആയതുകൊണ്ട് ഹെച്ചും എന്ത് തന്നെ ആയിരിക്കും, 1 1ഉം ഓൺ 2ഉം തന്നെ ആയിരിക്കും. അപ്പോൾ h ഈസ് എ ഫംഗ്ഷൻ ഫ്രം n to A1 യൂണിയൻ B2 അല്ലെങ്കിൽ A1 യൂണിയൻ A2 എങ്ങനെ വേണമെങ്കിലും പറയാം. A1 യൂണിയൻ A2 എന്ന് പറയുന്നതും 1 1 ആൻഡ് ഓൺ 2 ആണ്. അപ്പോൾ A1 യൂണിയൻ A2യിലേക്ക് എന്നിൽ നിന്ന് 1 1 ആൻഡ് ഓൺ 2 ആയിട്ടുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റിയത് കൊണ്ട് A1 യൂണിയൻ A2 കൗണ്ടബിൾ ആണ്. അപ്പോൾ 2 സെറ്റ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി ജനറലായിട്ട് റിസൾട്ടിനെ പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇൻഡക്ഷൻ ഉപയോഗിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു യൂണിയൻ k ഈസ് ഈക്വൽ ടു 1 to n a kക്ക് കൗണ്ടബിൾ ആണ് എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ ഒരെണ്ണത്തിന് ശരി A1 യൂണിയൻ A1ഉം A2ഉം കൗണ്ടബിൾ ആണെങ്കിൽ A1ൻ്റെയും A2ൻ്റെയും യൂണിയന് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി നമ്മൾ ഇൻഡക്ഷൻ ഉപയോഗിച്ചാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. ഇൻഡക്ഷൻ ഉപയോഗിച്ച് പ്രൂവ് ചെയ്യുമ്പം യൂണിയൻ k ഈസ് ഈക്വൽ ടു 1 to n a k കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. n യൂണിയൻസ് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യണം. ആദ്യം n ഈക്വൽ ടു 1ന് റിസൾട്ട് ശരിയാണോ എന്ന് നോക്കുക. n is equal to 1 നോക്കുമ്പം യൂണിയൻ k is equal to 1 to 1 ak, ദാറ്റ് ഈസ് A1 ഓൺലി. എന്നിന് 1 കൊടുത്താൽ A1ൻ്റെ മാത്രം യൂണിയൻ, A1 കൗണ്ടബിൾ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ 1ന് ഈ റിസൾട്ട് ശരിയാണ്. ഇനി നമ്മൾ അസ്യൂം ചെയ്യാൻ പോവുകയാണ് n വരെ ശരിയാണ്, ദാറ്റ് ഈസ് യൂണിയൻ k is equal to 1 to n ak കൗണ്ടബിൾ ആണ്. അപ്പോൾ എന്നിന് ശരിയാണെങ്കിൽ n+1ന് ശരിയാണെന്ന് പ്രൂവ് ചെയ്താൽ നമുക്ക് ഇൻഡക്ഷൻ ഉപയോഗിച്ച് പറയാം ഏതൊരു കൗണ്ടബിൾ യൂണിയനും കൗണ്ടബിൾ ആണെന്ന്. അപ്പോൾ എനിക്ക് പ്രൂവ് ചെയ്യേണ്ടത് യൂണിയൻ k is equal to 1 to n+1 ak കൗണ്ടബിൾ ആണ് എന്ന് പ്രൂവ് ചെയ്യണം. ഇനി ഈ യൂണിയനെ നോക്കുക. ഈ ആദ്യത്തെ n യൂണിയൻ്റെ കൂടെ ഒരു സെറ്റും കൂടെ ഒരു n+1 കൂടെ അല്ലേ വന്നിട്ടുള്ളൂ. അതായത് ഇതിനെ എനിക്ക് യൂണിയൻ k is equal to 1 to n an യൂണിയൻ an+1 എന്ന് പറയാം. A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ an കൗണ്ടബിൾ ആണ് നമ്മുടെ കയ്യിലുണ്ട്. ഈ n+1 എന്ന് പറയുമ്പോൾ അത്
A1 യൂണിയൻ A2 യൂണിയൻ എക്സെട്ര യൂണിയൻ AN യൂണിയൻ AN പ്ലസ് 1 എന്നേ ഉള്ളൂ. അപ്പോൾ ഇത്രയും എൻ്റെ ഉണ്ട്. അതിനെ യൂണിയൻ K = 1 to n AK എന്ന് ഞാൻ എഴുതി. യൂണിയൻ AN പ്ലസ് 1 ഇതാണ് എനിക്ക് കൗണ്ടബിൾ ആണെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. ഇനി ഈ യൂണിയൻ കൗണ്ടബിൾ ആണെന്ന് നമ്മൾ സപ്പോസ് ചെയ്തിട്ടുണ്ട്. ഓരോ ANഉം കൗണ്ടബിൾ ആയതുകൊണ്ട് A1 A2 എക്സെട്ര എല്ലാം കൗണ്ടബിൾ ആണെന്ന് സ്റ്റേറ്റ്മെൻറ്റിലുള്ളതുകൊണ്ട് ഈ AN പ്ലസ് 1ഉം കൗണ്ടബിൾ. അപ്പോൾ ഇതൊരു കൗണ്ടബിൾ സെറ്റ്, രണ്ടാമതൊരു കൗണ്ടബിൾ സെറ്റ്. രണ്ട് കൗണ്ടബിൾ സെറ്റിൻ്റെ യൂണിയൻ കൗണ്ടബിൾ ആണെന്ന് A1ഉം A2 ഉപയോഗിച്ച് നമ്മൾ പ്രൂവ് ചെയ്തു. അതുകൊണ്ട് ഈ യൂണിയനും കൗണ്ടബിൾ. യൂണിയൻ ഓഫ് K = 1 to n പ്ലസ് 1 AK കൗണ്ടബിൾ. 1ന് ശരിയാണെന്ന് പ്രൂവ് ചെയ്ത് n-ന് ശരിയാണെന്ന് അസ്യൂം ചെയ്തിട്ട് n പ്ലസ് 1ന് ശരിയാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റി. അതുകൊണ്ട് നമുക്ക് പറയാം ആ കൗണ്ടബിൾ യൂണിയൻ ഓഫ് കൗണ്ടബിൾ സെറ്റ് ഇസ് കൗണ്ടബിൾ.